CPI നേതാവ് ES ബിജിമോൾക്ക് വിലക്ക് ഏർപ്പെടുത്തി സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ തീരുമാനം. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തെ CPI സമ്മേളനങ്ങളിൽ ബിജിമോൾ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി അർജുൻ രാജ ചേരുന്നു. അർജുൻ, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്? ലക്ഷ്മി, ഏലപ്പാറ മണ്ഡലം സമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ള വിഭാഗീയതയെ തുടർന്നാണ് ഇപ്പോൾ CPI നേതാവായിട്ടുള്ള മുൻ MLA ആയിട്ടുള്ള ബിജിമോൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. മണ്ഡലം സമ്മേളന ഘട്ടത്തിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം നടക്കുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ഒരാൾക്ക് പുറമെ മറ്റൊരാൾ കൂടി സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചു. ഇതിനെ തുടർന്ന് രണ്ട് വിഭാഗങ്ങളായി ആ മണ്ഡലം സമ്മേളനം മാറി. അതിന്റെ ഒരു പക്ഷത്ത് ഉണ്ടായിരുന്നത് ബിജിമോളുടെ ഭർത്താവായിരുന്നു. പക്ഷേ ഈ ഭർത്താവിനെ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ ബിജിമോൾ ഇടപെട്ടിട്ടില്ല എന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് പറയുന്നുണ്ട്. അതേ സമയത്ത് ഈ വിഭാഗീയ പ്രശ്നം ആ പ്രശ്നം പരിഹരിക്കുന്നതിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾ CPIയുടെ സംസ്ഥാന കൗൺസിൽ ക്ഷണിതാവാണ് ES ബിജിമോൾ. അതുകൊണ്ട് തന്നെ ആ വിഭാഗീയ പ്രവർത്തനത്തിന് തടയിടേണ്ട, അതിൽ ഇടപെടേണ്ട ആളെന്ന നിലയ്ക്കുള്ള പ്രവർത്തനം ബിജിമോളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു വീഴ്ച ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർക്ക് ബിജിമോൾക്കെതിരെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇടുക്കി ജില്ലയ്ക്ക് പുറത്ത് സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതിനാണ് വിലക്ക് ഉള്ളത്. അതേസമയത്ത് വിഭാഗീയ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ബിജിമോൾ കക്ഷിയായിട്ടില്ല എന്ന് എക്സിക്യൂട്ടീവ് പറയുന്നുണ്ട്. അതേസമയത്ത് ആ ഘട്ടത്തിൽ ഇടപെടേണ്ട ആളെന്ന നിലയ്ക്കുള്ള ഉത്തരവാദിത്തം ബിജിമോളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതിനെ തുടർന്നുള്ള നടപടി എന്നാണ് എക്സിക്യൂട്ടീവ് ഈ വിലക്കിനെ ഇപ്പോൾ വിശദീകരിക്കുന്നത്. അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചതുപോലെ.